അപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് ആലോചിക്കുമ്പോൾ സാറെ പേടിയാണ്, ടെൻഷനാണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ കമന്റ് വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരു റിസൾട്ട് വരുന്ന സമയത്ത് DMAയുടെ മാർക്ക് അവിടെ കയറിയാൽ മാത്രം നമ്മൾ സേഫ് ആണ്. കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് മാനുവലി ഒരു പ്രൊസീജിയർ ഉണ്ട്. റിസൾട്ടിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ ടെൻഷൻ അടിച്ച് നിൽക്കായിരിക്കും റിസൾട്ട് എപ്പോൾ വരുന്നുള്ളത്. അപ്പോൾ ഇനി ടെൻഷൻ അടിക്കണ്ട. +2 കഴിഞ്ഞു, ഇനി ഡിഗ്രി എന്തെടുക്കും? അനുയോജ്യമായ കോഴ്സ് എന്തെന്നറിയില്ല, എളുപ്പത്തിൽ പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന കോഴ്സിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാണോ നിങ്ങൾ? എന്നാൽ ഇനി ടെൻഷൻ അടിക്കണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിൻ്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NS ഒക്ടോബർ 2024 റിസൾട്ട് എപ്പോൾ വരും എന്നുള്ള ഈ ഒരു ആകാംക്ഷയോടെയാണ് നമ്മുടെ കുട്ടികളൊക്കെ കാത്തിരിക്കുന്നത്. അപ്പോൾ റിസൾട്ട് എന്ന് വരും തന്നെ നമ്മുടെ വീഡിയോന്റെ താഴെ എല്ലാ വീഡിയോസിന്റെ താഴെയും കുട്ടികൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിസൾട്ട് ഒക്കെ എപ്പോൾ വരും എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ റിസൾട്ടിൽ ഇപ്പോഴുള്ള സ്റ്റാറ്റസ് എന്താണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ റിസൾട്ടിനെ കുറിച്ചിട്ടാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. റിസൾട്ടിന്റെ കാര്യം പറയുന്ന മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ബാസിന്റെ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് നടക്കുന്നുണ്ടെന്നുള്ളത്. ഒരുപാട് കുട്ടികളാണ് നമ്മൾ 2 ബാച്ചുകളായിട്ട് എൻറോൾ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ റിസൾട്ടിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സൗജന്യമായിട്ടൊരു ഫൗണ്ടേഷൻ ക്ലാസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ +2 പാസ്സായ വിദ്യാർത്ഥികൾക്കൊക്കെ ഇനി എന്താണ് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇനി മുമ്പോട്ടുള്ള എല്ലാ കോഴ്സുകളും എന്തൊക്കെയാണ്, ആ കോഴ്സുകളൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ, അതിൽ എത്ര പേപ്പേഴ്സ് വരുന്നുണ്ട്, ഇനി അതൊക്കെ എടുത്താൽ എനിക്ക് എന്താണ് ബെനിഫിറ്റ്, ഇനി എൻ്റെ ഒരു അഭിരുചിക്ക് അനുസരിച്ച് തന്നെയാണോ ആ കോഴ്സ് വരുന്നത്, എനിക്ക് ജോബ്സ് ഓപ്പർച്യൂണിറ്റീസ്, ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറോട്ട് വിളിച്ചിട്ട് സൗജന്യ ഫൗണ്ടേഷൻ ആണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് എൻറോൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ബാസിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തൊരു വിദ്യാർത്ഥിയാണ് ഡിഗ്രിക്ക് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ബേസ് ഉണ്ട്, ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഡിഗ്രിയിലോട്ട് വരുമ്പോൾ ഫീസിൽ നല്ലൊരു വേവ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം മറക്കണ്ട. എന്തായാലും രജിസ്ട്രേഷന്റെ അവസാന സമയമാണ്. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിലോട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് NS ഒക്ടോബർ 2024 റിസൾട്ട് എപ്പോൾ വരും എന്നുള്ളതാണ്. റിസൾട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മിഡ് ജാനുവരിയിലാണ് വരും. ജനുവരിയുടെ പകുതി, അതായത് ഇനി അങ്ങോട്ട്, അതായത് ഇന്നിപ്പോൾ നമുക്കറിയാം 8-ാം തീയതി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറ്റ് വെരി ഏർലിസ്റ്റ് ഞാൻ നിങ്ങളെ അറിയിക്കും. ഏറ്റവും ഫസ്റ്റ് ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റിസൾട്ട് കാത്തുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോയുടെ ലിങ്ക്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഉടൻ തന്നെ പറഞ്ഞു തരും എങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് എടുക്കേണ്ടത് എന്നുള്ളത്. കാരണം നമ്മൾ കൊടുക്കുന്ന സെർവറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ റിസൾട്ട് ആക്സസ് കിട്ടും. ആ ഒരു ടൈമിൽ അറിയുമ്പോൾ ഒരുപാട് കുട്ടികൾ ചെക്ക് ചെയ്യുമ്പോൾ സെർവറൊക്കെ ഡൗൺ ആവും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ആ ഒരു സെർവറിന്റെ ലിങ്ക് കൂടെ കൊടുക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ മാത്രം അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ NAOS ഒക്ടോബർ 2024 പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഒരു മിഡ് ജാനുവരി വരുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നോക്കി വെച്ച കാര്യങ്ങളാണ്. നമ്മൾ എഴുതി വെച്ച പബ്ലിക് എക്സാമിനേഷൻ ഉണ്ട്, നമ്മൾ എഴുതി വെച്ച TMA ഉണ്ട്. TMAയിൽ മാർക്ക് ലഭിച്ച കുട്ടികളുണ്ട്, മാർക്ക് ലഭിക്കാത്ത കുട്ടികളുണ്ട്. സോ മാർക്ക് ലഭിക്കാത്ത കുട്ടികൾ ഇനിയും ഉണ്ടെങ്കിൽ റിസൾട്ട് വരുന്ന അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ TMA എന്നുള്ള റിസൾട്ടിന്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് TMA കാണാൻ പറ്റും. ആ TMAയുടെ മാർക്ക് അവിടെ എൻട്രി ആയില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലയിന്റ് ചെയ്യാനുള്ള ഫോർമാറ്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് അപ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. സോ ആ ടൈമിൽ ആ ഒരു ഉടൻ തന്നെ നമ്മൾ റിസൾട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കംപ്ലയിന്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ മാർക്കുകൾ കിട്ടും. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് സാറേ ഇൻ പ്രോഗ്രസ്സിലാണ്, അതായത് നമ്മുടെ വാല്യുവേഷൻ പ്രോഗ്രസ്സിലാണ് TMAയുടെ മാർക്ക് വന്നിട്ടില്ല. എന്നാൽ 90% കുട്ടികൾക്ക് മാർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. മാർക്കുകൾ കിട്ടിയ കുട്ടികളെ സംബന്ധിച്ചും സേഫ് ആണ്. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മുടെ പബ്ലിക് എക്സാമിനേഷനെയും പ്രാക്ടിക്കലിനെയും മാർക്ക് അതിലോട്ട് എൻറോൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിസൾട്ട് വരുമ്പോൾ അതെല്ലാം അതിലോട്ട് എൻട്രി ഉണ്ടാവും. ഓക്കെ, എന്നാൽ TMAയുടെ മാർക്കൊന്നും ഇതുവരെ വരാത്ത കുട്ടികളാണ് തീർച്ചയായും നിങ്ങൾ കുറച്ച് ജാഗ്രതയോടെ ഇരിക്കുക. റിസൾട്ട് വരുന്ന അപ്പോഴും റിസൾട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവർ നിങ്ങളിപ്പോൾ അവരോട് ചോദിക്കുകയാണ് TMAയുടെ കുറിച്ച് എന്ത് ചോദിച്ചാലും അവർ പറയാം റിസൾട്ട് വരുമ്പോൾ അതിന് കൂടെ വരും എന്നാണ് പറയാൻ പോവുക. സോ അതുകൊണ്ട് തന്നെ റിസൾട്ട് വരെ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളത് വേറൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ റിസൾട്ട് വന്നിട്ടും നിങ്ങൾക്ക് TMA മാർക്ക് വന്നിട്ടില്ല എന്നുള്ളത് ചിലപ്പോൾ TMA കാരണം നമുക്ക് മാർക്കുകളൊക്കെ ഒരുപാട് കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ TMAക്ക് നമുക്ക് മാർക്ക് നേടിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അതിന്റെ ഫോർമാറ്റ് ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ TMA മാർക്ക് ലഭിക്കും. ഓക്കെ, ഇനി നമുക്കിപ്പോൾ അറിയാം നമ്മുടെ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം വാല്യുവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, ഓവർസീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കുട്ടികൾ പരീക്ഷ ചെയ്യുന്ന 1.5 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ ചെയ്യുന്ന എക്സാമിനേഷൻ ആണ് നമുക്ക് NAOS
സീനിയർ സെക്കൻഡറി എന്നുള്ളത്. സോ സീനിയർ സെക്കൻഡറി +2 കുട്ടികളുടെ റിസൾട്ട് ആയിരിക്കും ആദ്യം വരിക. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 അല്ലെങ്കിൽ 1 വീക്കിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരിക. നോർമലി അങ്ങനെയാണ് വരാറുള്ളത്. സാധാരണഗതിയിൽ റിസൾട്ട് വരിക എന്ന് പറയുമ്പോൾ 2 ഒപ്പമാണ് വരാറുള്ളത്. പക്ഷേ 10ാം ക്ലാസ്സിന്റെ കുട്ടികളുടെ റിസൾട്ട് ഫസ്റ്റ് അപ്ഡേറ്റ് ആവാറില്ല. സോ ആദ്യ റിസൾട്ട് വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ +2 വിദ്യാർത്ഥികളുടേതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 to 3 days കഴിയുമ്പോഴത്തേക്കും നമ്മുടെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് അപ്ഡേറ്റ് ആവും. അത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം റിസൾട്ട് വന്നു എന്ന് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഈ റിസൾട്ട് നോക്കുമ്പോൾ റിസൾട്ട് കാണുന്നില്ല എന്നുള്ള ടെൻഷനായി പോകും. അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ ഒരേ സമയത്താണ് വരേണ്ടതെങ്കിൽ പോലും ആദ്യം +2ന്റെ മാർക്കാണ് അപ്ഡേറ്റ് ആവുക, റിസൾട്ടാണ് അപ്ഡേറ്റ് ആവുക. അതിന് ശേഷം ഒരു 2 to 3 days കഴിയുമ്പോഴാണ് 10ാം ക്ലാസ്സിന്റെ അപ്ഡേറ്റ് ആവുക. ഇനി 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഒരുപാട് ഫെയിലൊക്കെ വന്ന് കിടപ്പുണ്ടാവും. അതും ഒരു എറർ എപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. സോ ആ എററിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. 10ാം ക്ലാസ്സിന്റെ മാർക്കുകളൊക്കെ ഒരു വട്ടം വന്നിട്ട് അത് മാറി വരാനുള്ള ചാൻസും കണ്ടിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ എക്സാമിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ആദ്യം മാർക്ക് കുറവായിട്ട് പിന്നെ ഒരു 1 വീക്ക് ആകുമ്പോഴത്തേക്ക് അവിടെ അപ്ഡേറ്റ് വരാറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എല്ലായ്പ്പോഴും ആ തെറ്റ് സംഭവിക്കണമെന്നില്ല. പക്ഷേ ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് പറയാണ് 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഈ ഒരു +2 റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് കണ്ടില്ല എന്ന് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഒരു 1 വീക്കിനുള്ളിൽ തന്നെയാണ് അപ്ഡേറ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇനി വന്നിട്ട് നിങ്ങൾക്ക് മാർക്കുകളൊക്കെ പറ്റ കുറഞ്ഞു 0-0 ഒക്കെ വരികയാണെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട. ഒരിക്കലും അങ്ങനെ 0-0 മാർക്ക് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാല്യൂഷൻ കുറച്ചുകൂടി ലിബറൽ ആയിരിക്കും. ഒരു ടെൻഷൻ അടിക്കാണ്ട് ലിബറൽ വാല്യൂഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റുകളൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പാസ് ആവാനുള്ള ഒരു വാല്യൂഷൻ തന്നെയാണ് അവിടെ വരിക. ഓക്കെ, NIOS എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻട്രൻസ് എക്സാം, ഒരു നീറ്റ് എക്സാം, എൻട്രൻസ് എക്സാം ഒക്കെ പോലെ ടൈറ്റ് വാല്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ഒന്നും അല്ല. കുറച്ചൊക്കെ ലിബറൽ ആയിട്ട് തന്നെയാണ് അത് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അതിന് അവർ നോക്കുന്നത് മെയിനായിട്ട് ആ ഒരു കണ്ടന്റുമായി ഓറിയന്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടോ അല്ലെങ്കിൽ പോയിന്റ്സുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും ഏകദേശം ആടും തെങ്ങും കൂട്ടിയിട്ടൊക്കെയാണ് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവുക. സോ ടോപ്പിക്കുമായിട്ട് അത്യാവശ്യം റിലേറ്റ് ചെയ്ത് പേപ്പർ ഫില്ല് ചെയ്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാല്യൂഷൻ കുറച്ച് ലിബറൽ ആയിട്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഏറ്റവും ടഫാണ്, വിജയിക്കാൻ സാധ്യത കുറവാണെന്ന് പറയുന്ന പേപ്പർ ആയിരിക്കും ഇംഗ്ലീഷ് ഒക്കെ. പക്ഷേ എല്ലാ കുട്ടികളും പാസ്സാവുന്ന സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ഏറ്റവും ഈസി ആയിട്ട് വാല്യൂഷൻ വരുന്നതാണ് ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനെയുള്ള പേപ്പേഴ്സ് ഒക്കെ ഇനിയിപ്പോൾ സയൻസ് കുട്ടികളാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ജയിക്കാൻ പറ്റുന്നത് നമ്മൾ കൊടുത്ത കണ്ടന്റ് അതേപോലെ അറ്റൻഡ് ചെയ്ത കുട്ടികൾ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിപ്പിച്ച കണ്ടന്റുകൾ തന്നെയാണ് 90% വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി ഈസിയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത കുട്ടികൾക്കും നമ്മൾ കൊടുത്ത ആ ഒരു പോർഷൻ തന്നെ ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് അവർക്ക് അത് മാത്രം എഴുതി വെച്ചത് അതുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും എഴുതി വെച്ചത് കൊണ്ട് തന്നെ ഈ ഒരു വാല്യൂഷൻ ലിബറൽ എന്നുള്ളത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് ആലോചിക്കുമ്പോൾ സാറെ പേടിയാണ്, ടെൻഷനാണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ കമന്റ് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല, റിസൾട്ട് വരട്ടെ. റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും നമ്മുടെ വിജയം എന്താണ് എന്നുള്ളത് നമുക്ക് അപ്പോൾ നോക്കാം. ഇനി നമ്മൾ പറയുന്നില്ല. ഓക്കെ, ഇനി TMA സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ TMA അവാർഡഡ് ആണ്. സോ മാർക്ക് വന്ന കുട്ടികളെ സംബന്ധിച്ചോളം സേഫ് ആണ്. അതിൽ ഒരു സംശയമില്ല. ഇനി ആ TMA നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച മാർക്കുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വരിക. എന്നാൽ TMA മാർക്കിൽ ഇപ്പോഴും സ്റ്റാറ്റസ് പെൻഡിങ് കാണിക്കുന്ന അല്ലെങ്കിൽ ഇവാലുവേഷൻ പ്രോഗ്രസ് കാണിക്കുന്ന കുട്ടികളാണ്, അലൊക്കേഷൻ പെൻഡിങ് ആണ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കുക. റിസൾട്ട് വരുന്ന സമയത്ത് TMA മാർക്ക് അവിടെ കയറിയാൽ മാത്രം നമ്മൾ സേഫ് ആണ്. കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് മാനുവലി ഒരു പ്രൊസീജിയർ ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ PCP ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് അതിന് മാർക്ക് കയറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ PCPയുടെ 6ാമത്തെ PCP ഏതാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ 10 മാർക്കുകളും അതിലോട്ട് എൻറോഡ് ആയിട്ടുണ്ടാവും. സോ നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു മാർക്കോടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനേഷൻ നമ്മൾ എഴുതിയ 100 മാർക്കിന്റെ എക്സാമിനേഷൻ 80ലോട്ട് ആക്കിയിട്ടുള്ള 26ന്റെ മുകളിലുള്ള മാർക്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഇത്രയും മാർക്കുകളൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവരുടെ വാല്യൂഷനും ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷൻ ആണ്, ഒരു ഡിലേയും ഇല്ല. ഓക്കെ, സാധാരണഗതിയിൽ റിസൾട്ട് വൈകാനുള്ള ചാൻസ് തരുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കൊറോണ സമയത്തോ അതല്ലെങ്കിൽ ഒരു ഇലക്ഷൻ്റെ സമയത്തൊക്കെ ആയിരിക്കും ഈ ഒരു റിസൾട്ടിനെ നീട്ടി കൊണ്ടുപോകുക. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷനൊന്നുമില്ല. നമ്മളതൊക്കെ ഓൺ ടൈമിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. കഴിഞ്ഞ റിസൾട്ട് വന്നതും ഏകദേശം ജനുവരി 2nd വീക്കിലൊക്കെ തന്നെയാണ്, ഫസ്റ്റ് ടു 2nd വീക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് കഴിഞ്ഞ റിസൾട്ട് വന്നത്. സോ അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ ഈ ഒരു വീക്ക് തന്നെ നമുക്ക് ഈ വീക്ക് നെക്സ്റ്റ് വീക്കിലായിട്ട് ഈ മിഡ് ജാനുവരിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ തിയറിയുടെ മാർക്കും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്കും നമ്മുടെ TMA മാർക്കും കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു മാർക്ക് ഉണ്ടാവുക. അതായിരിക്കും നമുക്ക് പാസ് എന്ന് കാണിക്കുക. അപ്പോൾ നമ്മൾ മിനിമം 5 വിഷയങ്ങളിൽ PPP എന്ന് കണ്ടാൽ മാത്രമാണ് നമ്മൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആയിട്ട് വരുന്നത്. സോ +2 നമുക്ക് എലിജിബിൾ ആയാൽ നമുക്ക് +2 ഈ ഒരു 5 പാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണ് ഫോർ ദ ഹയർ സ്റ്റഡീസ്. അപ്പോൾ അങ്ങനെ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുട്ടികൾ പറയും ഇപ്പോൾ ഈ ഒരു ജനുവരി മാസമാണ്, ഇനിയിപ്പോൾ എനിക്ക് ഡിഗ്രിക്കോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലോട്ടൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളത് ഒരു പേടിക്കേണ്ട ജനുവരി ഇൻടേക്ക് ഉണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും കാരണവശാൽ പരീക്ഷ ഒരു വിഷയം എഴുതി തോറ്റുപോയി എന്നുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ജയിച്ച കുട്ടികൾക്ക് +2 ഫുള്ളായിട്ട് പാസ്സായ കുട്ടികളിൽ 10ാം ക്ലാസ് ഫുള്ളായിട്ട് പാസ്സായ കുട്ടികൾക്ക് അതിന് തുടർ പഠനത്തിന് പോകാം.
പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിഗ്രിക്ക് പോകാൻ ഈ ജനുവരി 31 വരെ നമുക്ക് ഡിഗ്രിയുടെ ടൈം ഉണ്ട്. ഡിഗ്രിയുടെ അഡ്മിഷൻ്റെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് ജനുവരി 31 ആണ്. അത് ചിലപ്പോൾ നമുക്ക് നീട്ടും. എന്തായാലും ഈ ജനുവരി 31 വരെ ഡേറ്റ് ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ, അതും കേന്ദ്ര ഗവൺമെന്റ് NUSന്റെ പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് എക്സാമിനേഷൻ ആണ് ഡിഗ്രി വരുന്നത്. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് എന്തായാലും നമ്മുടെ റിസൾട്ട് വരും എന്നുള്ളത് 100% ഷുവർ ആണ്. കാരണം ആ ഒരു ബാച്ചിലോട്ട് കുട്ടികൾക്ക് ഡിഗ്രി കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ പ്ലസ് ടുവിൽ നമുക്ക് തോറ്റുപോയ കുട്ടികൾക്ക് അല്ലെങ്കിൽ 1-2 വിഷയമൊക്കെ എഴുതി തോറ്റുപോയി എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഈ ഒരു ജനുവരി തന്നെ നമ്മുടെ ഓൺ ഡിമാൻഡ് ഓപ്പൺ ആക്കാൻ പോവാണ്. ഓൺ ഡിമാൻഡ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം തന്നെ അതിൻ്റെ ആ ഒരു തോറ്റ വിഷയം മാത്രം എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് പാസ്സായിട്ട് ഈ ബാച്ചിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതും എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു എൻറോൾ ചെയ്യാൻ പറ്റും. അതും നമുക്ക് ഈ ഒരു ബാച്ച് തന്നെ നമുക്കിപ്പോൾ ഒക്ടോബർ 25 ബാച്ചിലോട്ട് കൊടുക്കാൻ അവസരമുണ്ട്. ഒക്ടോബറിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അതല്ല 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു ഡിപ്ലോമക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അക്കാഡമിക് ഇയർ, ഇനിയിപ്പോൾ റെഗുലർ ആയിട്ട് ഡിഗ്രിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിലാണ് അക്കാഡമിക് ഇയർ വെയിറ്റ് ചെയ്യേണ്ടത്. അതായത് അടുത്ത ജൂൺ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഈ വർഷം തന്നെ ഡിഗ്രിക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഒരു ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഓൺ ദ ടൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഡിലേ വരില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ ഡിലേ വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ച് നിങ്ങൾക്ക് ഡിഗ്രിക്കും മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാനുള്ള ഡേറ്റ് അവർ അവിടെ നീട്ടിത്തരും. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ റിസൾട്ട് വരുമ്പോൾ ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. റിസൾട്ടിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ ടെൻഷൻ അടിച്ച് നിൽക്കായിരിക്കും റിസൾട്ട് എപ്പോൾ വരും എന്നുള്ളത്. അപ്പോൾ ഇനി ടെൻഷൻ അടിക്കേണ്ട, ഈ ഒരു വീക്ക് നെക്സ്റ്റ് വീക്ക് തന്നെ റിസൾട്ട് വരും. അതുപോലെ തന്നെ റിസൾട്ട് തോൽക്കുക എന്നുള്ള പേടിയായിരിക്കും, പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലിബറലി നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ സാധിക്കും. അപ്പോൾ റിസൾട്ട് വന്നാൽ ഞാനൊരു വീഡിയോ ചെയ്യും. ആ വീഡിയോന്റെ താഴെ നമ്മുടെ കുട്ടികളൊക്കെ പാസ്സായി എന്ന് മാത്രം പറഞ്ഞാൽ മതി. പാസ്സാവണം. എല്ലാ ബാച്ചിലും നമ്മുടെ കുട്ടികൾ 100% വിജയത്തോടെയാണ് വരാറുള്ളത്. സോ ഇപ്രാവശ്യം നമ്മുടെ കുട്ടികൾക്ക് 100% വിജയം തന്നെ കൊയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ഇന്നൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ റിസൾട്ടിനെ കുറിച്ചിട്ടായിരുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒക്ടോബർ ബാച്ചുമായി ബന്ധപ്പെട്ട് എന്തൊരു സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് പറയാൻ ഞാൻ റിപ്ലൈ തരും. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.